സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ലുക്കപ്പ് സീരീസിൽപ്പെട്ട ലുക്കപ്പ്, വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, അതേപോലെ എക്സ് ലുക്കപ്പ് ഇവയിൽ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫംഗ്ഷനായ ലുക്കപ്പിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏറ്റവും സിമ്പിളും എന്നാൽ ഇന്നും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അത് ലുക്കപ്പിനെ കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം. നമ്മൾ വി ലുക്കപ്പിലേക്ക് കടക്കുമ്പോൾ വി ലുക്കപ്പിൻ്റെ സിൻഡെക്സിൽ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അരേ, അതേപോലെ ലുക്കപ്പ് വെക്റ്റർ അഥവാ ലുക്കപ്പ് അരേ, കോളം ഇൻഡെക്സ് നമ്പർ, എക്സാക്റ്റ് മാച്ച്, അപ്രോക്സിമേറ്റ് മാച്ച് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി തരിക എന്നും വി ലുക്കപ്പ് എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തുടർന്നുള്ള വീഡിയോയിലും മറ്റ് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എക്സ് ലുക്കപ്പിനെ കുറിച്ചും എച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ഇതൊക്കെ തുടക്കത്തിലായതുകൊണ്ട് ഇത് തുടർച്ചയായുള്ള ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നമുക്ക് വി ലുക്കപ്പിൻ്റെ സിൻടാക്സും മറ്റു കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വി ലുക്കപ്പ് എന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് വി ലുക്കപ്പ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു ഉദാഹരണത്തിലൂടെ. അതായത് നമ്മൾ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, നോട്ടീസ് ബോർഡിൽ നോക്കുകയാണ് അല്ലെങ്കിൽ വെബിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇങ്ങനെ ഓർഡറിൽ നോക്കി വരും. അങ്ങനെ നമ്മൾ രജിസ്റ്റർ നമ്പർ കണ്ടെത്തി കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ വലതു ഭാഗത്തേക്ക് അങ്ങനെ നോക്കുക. ഇതാണ് വി ലുക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോ വാല്യൂ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരാൻ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടുമുള്ള അരേ, ടേബിൾ അരേ അഥവാ ടേബിൾ അരേ എന്നാണ് ടെർമിനലി വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. ഇത്രയും ഭാഗത്തിന് നമുക്ക് അരേ എന്ന് പറയാം. ഒരു ഡാറ്റ, ഒരു കളക്ഷൻ ഓഫ് ഡാറ്റക്കാണ് നമ്മൾ അരേ എന്ന് പറയാം. ഇവിടെ ടേബിൾ അരേ എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ടേബിൾ അരേയിലുള്ള ലുക്കപ്പ് വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ ലുക്കപ്പ് വെക്റ്റർ ഏതാണെന്ന് അറിയണം. ഒന്നാമത്തെ കോളമാണ് വി ലുക്കപ്പ് വെക്റ്റർ ആയിട്ട് എടുക്കുക. ആദ്യത്തെ കോളം തന്നെ ആയിരിക്കണം, നിർബന്ധമാണ്. അപ്പൊ ഇതാണ് ലുക്കപ്പ് വെക്റ്റർ. ആ ലുക്കപ്പ് വെക്റ്ററിലെ ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ വാല്യൂ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റോയിലുള്ള ബാക്കി വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പൊ ഏത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോളം ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കണം. കോളം ഇൻഡെക്സ് ഇതാണ്. ഒന്നാമത്തെ കോളത്തിന് 1, 2, 3 ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് ഈ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് നെയിം ആണെങ്കിൽ കോളം ഇൻഡെക്സ് 2 എന്ന് പറയണം. വേറെ ഏതെങ്കിലും സ്കോർ ആണെങ്കിൽ അങ്ങനെ പറയണം. ഇപ്പൊ വി ലുക്കപ്പ് എപ്പോഴും ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നോക്കുക. കാരണം നമ്മളിപ്പോ നമ്മുടെ സ്കോറും റിസൾട്ടും നോക്കുമ്പോൾ ഒരിക്കലും ഇവിടെ മാത്സിൽ എത്ര കിട്ടി നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കാറില്ലല്ലോ. അതേപോലെ തന്നെയാണ് വി ലുക്കപ്പും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കോളം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാണ് ടേബിൾ അരേ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് നെയിം അനുസരിച്ച് രജിസ്റ്റർ നമ്പർ അറിയില്ല, നമുക്ക് നെയിമേ അറിയുള്ളൂ. അപ്പൊ നെയിം അനുസരിച്ച് നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഈ ഭാഗമായിരിക്കും ടേബിൾ അരേ. വി ലുക്കപ്പിന് നിർബന്ധമാണ് നമ്മൾ കൊടുക്കുന്ന ലുക്കപ്പ് വാല്യൂ ഒന്നാമത്തെ കോളത്തിലായിരിക്കണം. അതായിരിക്കണം ലുക്കപ്പ് വെക്റ്റർ. അപ്പൊ ഒന്നാമത്തെ കോളം, അപ്പൊ നമ്മൾ നെയിം ആണ് കൊടുക്കണമെങ്കിൽ ഇത്രയും ഭാഗം സെലക്ട് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കോളം ഇൻഡെക്സ് ഇത് 1 എന്നായിട്ട് മാറുകയും ചെയ്യും. ഇത് പ്രത്യേകം ഓർമ്മ വേണം. എങ്കിൽ മാത്രമേ വി ലുക്കപ്പിൽ നിന്ന് നമുക്ക് ശരിയായ ഇത് കിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലുക്കപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലുക്കപ്പിൽ നമുക്ക് ഈ 2 കോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ അരയിൽ 2 കോളം മാത്രം ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ലുക്കപ്പ് വെക്റ്റർ ആണ്, പിന്നെ രണ്ടാമത്തെ റിസൾട്ട് വെക്റ്റർ ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഇൻഡെക്സ് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ 2 കോളം മാത്രമുള്ളതിന് ഏറ്റവും ഉപയോഗിക്കാൻ നല്ലത് ലുക്കപ്പ് മാത്രമാണ്. കൂടുതൽ കോളങ്ങളുള്ള ഒരു ഡാറ്റയിൽ നിന്നാണ് നമുക്ക് ഡാറ്റ വേണ്ടതെങ്കിൽ നമ്മൾ ലുക്കപ്പ് വെക്റ്റർ ആണ്, വി ലുക്കപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വി ലുക്കപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഈക്വൽ ടു വി ലുക്കപ്പ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ലുക്കപ്പ് വാല്യൂ ആണ് ചോദിക്കുന്നത്. ലുക്കപ്പ് വാല്യൂ നമുക്ക് ഇവിടെ അറിയുന്നത് രജിസ്റ്റർ നമ്പർ ആണ്. നമ്മൾ അത് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ കോമ കൊടുക്കുന്നതോടുകൂടി ഇവിടെ ടേബിൾ അരേ വരും. ടേബിൾ അരേ നമുക്ക് ലുക്കപ്പ് വാല്യൂ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ടേബിൾ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടേബിൾ അരേ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഇതിനെ നെയിം ചെയ്ത് ഉള്ള ഒരു റേഞ്ച് ആക്കി മാറ്റണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് ഈ റേഞ്ചിന് ഇതൊരു റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അതിന് നമുക്ക് പേര് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിവിടെ കോമ ഒക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ F4 അമർത്തണം. ലാപ്ടോപ്പിൽ ചിലപ്പം ഫംഗ്ഷൻ കീ കൂടി അമർത്തേണ്ടി വരും. F4 അമർത്തുന്നതോടുകൂടി ഇവിടെ ലോക്ക്ഡ് ആയി, അതിൻ്റെ മുമ്പൊക്കെ $സൈൻ വന്നു, ഇത് ലോക്ക്ഡ് ആയി. അപ്പോൾ ഈ ടേബിൾ അരേ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി കോമ കൊടുക്കുമ്പോൾ കോളം ഇൻഡെക്സ് നമ്പർ ചോദിക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മളെ ടേബിൾ അരേ ഇത്രയും ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഒന്നാമത്തെ കോളം ഇതാണ്. ആ ഒന്നാമത്തെ കോളത്തിലാണ് എപ്പോഴും നമ്മുടെ ലുക്കപ്പ് വാല്യൂ ഉണ്ടായിരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. അപ്പോൾ ഇവിടെ പേരാണ് എഴുതുന്നത് കൊണ്ട് കോളം ഇൻഡെക്സ് നമ്പർ 2 ആണ്. ഇനി നമുക്ക് ഇവിടെ ചോദിക്കുന്നത് അപ്രോക്സിമേറ്റ് മാച്ച് മതിയോ എക്സാക്ട് മാച്ച് മതിയോ എന്നുള്ളതാണ്. കഴിഞ്ഞ ലുക്കപ്പ് മാത്രം പഠിച്ചപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് മാച്ച് ആണ് എടുത്തത്. അതിന്റെ ഡീഫോൾട്ട് ആണ്, കാരണം ഗ്രേഡ് ഇൻ ബിറ്റ്വീൻ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സാക്ട് മാച്ച്, കാരണം കുട്ടികളുടെ സ്കോർ എക്സാക്ട് ആയിട്ട് ഒരു സ്കോറിൽ മാത്രം നിൽക്കില്ലല്ലോ. 20-ന്റെ 30-ന്റെ അടുക്ക്, 30-ന്റെ 40-ന്റെ അടുക്ക് ഇങ്ങനെയായിരുന്നു കൊടുത്തത്. ഇവിടെ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള കാര്യം തന്നെ കിട്ടും. അപ്രോക്സിമേറ്റ് മാച്ചിനെ കുറിച്ച് നമ്മൾ ഉടനെ പറയുന്നതാണ്. എക്സാക്ട് മാച്ച് കിട്ടണമെങ്കിൽ
ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ അപ്രോക്സിമേറ്റ് മാച്ച് എടുക്കും. പക്ഷെ നമുക്കിവിടെ കൃത്യമായി ഈ നമ്പർ അറിയുന്നതുകൊണ്ട് നമ്മൾ ഫോൾസ് ആണ് കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ ഇവിടെ ഫോൾസ് എന്ന് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കിവിടെ 0 കൊടുത്താൽ മതി. ഫോൾസ് എന്ന് പറഞ്ഞാൽ 0 ആണ്, ട്രൂ എന്ന് പറഞ്ഞാൽ 1 എന്നാണ് എക്സലിന്റെ എക്സൽ എടുക്കുക. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്കിതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എല്ലാവരുടെയും പേര് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ നെയിം കിട്ടേണ്ടത്. ഓരോന്നിനും നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിയുള്ള വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കുമ്പോൾ മുഴുവനും വാല്യൂ നോട്ട് ഫൗണ്ട് എറർ എന്നാണ് വരുന്നത്. നമുക്ക് എന്തുകൊണ്ടാണെന്ന് നോക്കാം. നമ്മളിവിടെ ഡ്രാഗ് ചെയ്യുന്നതോടുകൂടി ഇവിടെ O3 എന്നായിട്ട് മാറി. അതായത് നമ്മുടെ ലുക്കപ്പ് വാല്യൂ പേരായിട്ട് മാറി. അതേസമയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കോളം തന്നെ ആയിരിക്കണം ലുക്കപ്പ് വാല്യൂ ഉണ്ടാവേണ്ടത്. അതേപോലെ ഇവിടെ 2 എന്നുള്ളത് ഫിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഫിസിക്സിന്റെ കോളം ഇൻഡെക്സ് 3 വേണ്ടത്. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടാതാവുമ്പോൾ നമ്മൾ ഓരോ കോളത്തിലും, ഇവിടെ ഈ കോളത്തിൽ നമ്മൾ വി ലുക്കപ്പ് ചെയ്യണം, എന്നിട്ട് അത് ഡ്രാഗ് ചെയ്യണം, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് താഴെ കൊടുക്കണം, ഇവിടെ വേറെ ചെയ്യണം. അപ്പൊ അതിന് പകരം നമുക്ക് മിക്സഡ് റെഫറൻസ് എന്നുള്ള ഒരു സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം എളുപ്പം ഉണ്ടാവും. അതെങ്ങനെയാ നോക്കാം. റെഫറൻസിനെ കുറിച്ച് നമ്മൾ വിശദമായി നമ്മൾ 3ാമത്തെ ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ ഈ കാര്യം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നാലും ഇവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പോൾ ഇവിടെയുള്ള ഈ ഫോർമുല ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ ആ ഫോർമുല ഇവിടെ വരും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്, നമ്മുടെ കോളം ഇൻഡെക്സ്, അതായത് എപ്പോഴും ഈ കോളം ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഈ വാല്യൂ ആണ് എടുക്കുന്നത്, അത് 1ാമത്തെ കോളത്തിലാണ് താനും. അപ്പോൾ അതൊരിക്കലും മാറാൻ പാടില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കണം വരിക. ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം റിലേറ്റീവ് റെഫറൻസ് പ്രകാരം ഇത് അടുത്തതിലേക്ക് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഫിക്സ് ചെയ്യണം. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കോളവും റോയും മാറില്ല. നമുക്കിവിടെ വേണ്ടത് കോളം ഫിക്സ് ചെയ്യണം, അതേസമയം റോ ചേഞ്ച് ചെയ്യുകയും വേണം. കാരണം താഴേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അടുത്ത കോളം കിട്ടണം, അടുത്ത റോ കിട്ടണം, അപ്പോൾ 3, 4 എന്ന് കിട്ടണം. അതേസമയം ഈ കോളം മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതൊരു ടോഗിൾ കീ ആണ്, F4 അമർത്തുന്നു. F4 അമർത്തുമ്പോൾ ഇതൊരു അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. എന്നാൽ വീണ്ടും അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ F4 അമർത്തുമ്പോൾ ഇപ്പം റോ ഫിക്സ്ഡ് ആയി. കാരണം ഡോളർ സൈൻ എന്തിനാണോ വരുന്നത് അതാണ് വേണ്ടത്. നമുക്ക് കോളം ഫിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എന്നിന്റെ മുമ്പിലാണ് ഡോളർ സൈൻ വേണ്ടത്. നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇവിടെ അത് കാര്യം റെഡിയായി. പിന്നെ ഇത് ഇവിടെ നമുക്ക് ഇവിടെ 2 എന്നാണുള്ളത്. നമുക്ക് വേണ്ടത് ഫിസിക്സിന് കോളം ഇൻഡെക്സ് 3 ആണ്. അത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരിക്കലും മാറില്ല, കാരണം നമ്മൾ ഫിക്സഡ് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം 2 എന്നതിന് പകരം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു സെൽ അഡ്രസ് വന്നു. നമ്മളിവിടെ മേലെ ടൈപ്പ് ചെയ്യണം, സെൽ അഡ്രസ് വന്നു. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്യുന്നു. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ F4 അമർത്തുന്നു. അതോടുകൂടി അത് ഫിക്സ്ഡ് ആയി. പക്ഷെ ഇവിടെ അങ്ങനെ ഫിക്സ്ഡ് ആവാൻ പാടില്ല. നമുക്ക് ഇവിടെ ആവശ്യം റോ നമ്പർ 1 എന്നുള്ളത് മാറാൻ പാടില്ല. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പം കോളം മാറുകയും വേണം. അത് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അതിന്റെ കോളം മാറുകയും വേണം. അപ്പൊ നമുക്ക് എന്താണ് മാറേണ്ടത്, ഇ എന്നുള്ളത് അടുത്തത് F ആയിട്ട് മാറണം. കാരണം ഇൻഡെക്സ് ഫിസിക്സിന് 3 ആണ്, അത് F-ലാണുള്ളത്, G-ലാണുള്ളത്. അപ്പോൾ ഇ എന്നുള്ളത് മാറണം. അപ്പൊ നമ്മൾ വീണ്ടും ഫംഗ്ഷൻ F4 അമർത്തുന്നു, അല്ലെങ്കിൽ F4 ആണ് അമർത്തേണ്ടത്. ലാപ്ടോപ്പിന് ഫംഗ്ഷൻ കീ കൂടി ചിലപ്പോൾ വേണ്ടി വരും. ഇനി നമുക്ക് ഇപ്പൊ എന്തായി, ഇപ്പൊ ഇവിടെ നമ്മൾ റോ ഫിക്സ് ചെയ്തു, കോളം മാറും. കോളം ഇ എന്നുള്ളത് F ആവും, ഡ്രാഗ് ചെയ്യുമ്പോൾ G എന്നാവും. നമുക്ക് അതാണ് ആവശ്യം. പക്ഷെ 1ാമത്തെ റോയിലാണുള്ളത്, അത് മാറാൻ പാടില്ല. ഇനി നമ്മൾ എൻ്റർ കീ അമർത്തുന്നു. ഇനി നമുക്ക് ഇത് ഇവിടെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സ്വഭാവം താഴേക്ക് വന്നു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം N എന്നുള്ളത് മാറിയില്ല, 3 എന്നുള്ളത് 4 ആയി. ഇവിടെ 3 ആയിരുന്നു, ഇവിടെ 3 ആയിരുന്നു, ഇവിടെ താഴെ എന്തായി 4 എന്നായി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ 4 ആയി മാറി. അതിന്റെ താഴേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ അഡ്രസ്സ് മാറി, 7 ആയി മാറി. അതേസമയം N എന്നുള്ളത് മാറിയിട്ടില്ല. ഇവിടെ അങ്ങനെ തന്നെ 1ാമത്തെ റോ എന്നുള്ളത് മാറിയിട്ടില്ല, അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മറ്റേത് ഇ എന്നുള്ളതാണ് 1ാമത്തേതായതുകൊണ്ട്. ഇനി ലാസ്റ്റത്തേൽ നമ്മൾ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇനി നമുക്കിത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാറ്റിലും ഈ ഫോർമുല വന്നു. എല്ലാറ്റിലും നമുക്ക് ശരിയായ ഇത് കിട്ടുകയും ചെയ്തു. നമുക്കിവിടെ അലൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കണ്ടോ, ഇവിടുത്തെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ N എന്നുള്ളത് മാറിയിട്ടില്ല, അത് 7 എന്നായിട്ട് മാറി, അത് റോ നമ്പർ മാറി. ഇവിടെ അതേ തന്നെ പിന്നെ 1 എന്നുള്ള റോ ഇത് മാറിയിട്ടില്ല, ബാക്കി അത് മാറുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് എന്തായി, ഫിക്സ്ഡ് ആയിട്ട് വന്നു. ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു വി ലുക്കപ്പ് ഫോർമുല ഒരു സെല്ലിൽ മാത്രം ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ റെഫറൻസ്, മിക്സഡ് റെഫറൻസ് എന്താണെന്ന് ശരിയായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് റെഫറൻസ് എന്താണെന്ന് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഒരു സെല്ലിൽ മാത്രം വി ലുക്കപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് എൻ്റയർ ഡാറ്റ നമുക്ക് ഇതിലേക്ക് എടുക്കാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് ഇവിടെ മാറും. കാരണം ഇവിടെ ഒക്കെ നമ്മൾ ഫോർമുല ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഈ കുട്ടിക്ക് നമ്മൾ ഗ്രേസ് മാർക്ക്, നമ്മൾ ഇവിടെ ഇപ്പം 63, ഇവർക്ക് 30 എന്നുള്ളത് എന്തെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുത്ത് 36 ആക്കി കഴിഞ്ഞാൽ, ഇവിടെ 36 ആക്കുമ്പോൾ തന്നെ അവിടെ
മാറ്റം വരുന്നത് നമുക്ക് കാണാം. ഇവിടെ അത് വരും, കാരണം ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് A+ ആയിട്ട് മാറി. അങ്ങനെ നമുക്ക് ഈ ഇതിൽ വന്നിട്ടുള്ള കുട്ടികളുടെ മാർക്ക് 72 എന്നുള്ളത് നമുക്ക് ഇവിടെ 25 എന്നുള്ളത് 30 ആക്കുമ്പോൾ പേര് മാധവ് എന്നുള്ള ഇതാ ഇവിടെ ഈ രണ്ടാമത്തെ ആള് ഇവിടെ നമുക്ക് മാറ്റം വരുത്താണെന്ന് വിചാരിക്കാം. ഈ 25-ന് 790 അങ്ങനെ ഒരു വാല്യൂ ഇവിടെ ഇല്ല, സോറി. അതായത് 972 അവിടെ ഇവിടെ 22 മാറ്റുമ്പോൾ ഈ 25 എന്നുള്ള വാല്യൂ നമ്മൾ മാറ്റുമ്പോൾ അവിടെ മാറുന്നത് നമുക്ക് കാണാം. 25 എന്നുള്ളത് 30 ആകുമ്പോൾ ഇവിടെ 30 വന്നു, B+ വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ വരുത്തുന്നതിനനുസരിച്ച് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. പക്ഷേ നമുക്കറിയാം ഈ കോളം ഇവിടെ ഇങ്ങനെ കാണലൊരു ശരിയായ രീതിയല്ല. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ റഫറൻസ് എറർ എന്ന് കാണിക്കും. ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിവിടെ നിലനിർത്തണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്ത് ഈ കോളം മൊത്തം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അമർത്താം, അല്ലെങ്കിൽ ഹൈഡ് എന്ന് കൊടുക്കാം. അങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പ്രശ്നമൊന്നുമില്ല, നമുക്കത് ആരും കാണുന്നില്ല. ഇനി അതല്ല നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത് കൺട്രോൾ കോപ്പി പേസ്റ്റ് വാല്യൂ എന്ന് കൊടുക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ നമുക്ക് റഫറൻസ് എറർ ഒഴിവാക്കാം. റഫറൻസ് എറർസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ലെസൺ നമ്പർ 3 ഒന്ന് കാണുന്നത് നന്നായി. VLOOKUP ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒന്നാമതായി ലുക്കപ്പ് വാല്യൂ ഷുഡ് ബി യുണീക്ക് ഇൻ ദ കോളം. നമ്മൾ ഒന്നാമത്തെ കോളം ആണല്ലോ ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് ലുക്കപ്പ് വാല്യൂ എങ്കിൽ ഇതിൽ ഒന്നിൽ കൂടുതൽ ഒരേ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ പേര് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഒരേ പേരുള്ള ഒന്നിൽ കൂടുതൽ സെയിം പേര് സ്പെല്ലിങ്ങും എല്ലാം ഒരുപോലെയുള്ള ഒന്നിൽ കൂടുതൽ പേരുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പേരിൽ ആദ്യം ആ പേര് കാണുന്ന അവിടെ വെച്ചുകൊണ്ട് VLOOKUP സെർച്ച് അവസാനിപ്പിച്ച് എന്താണോ റിട്ടേൺ വാല്യൂ അത് തരാൻ തുടങ്ങും. ഇതേ പേരിന് 2 പേർക്കുണ്ടെങ്കിൽ ആദ്യത്തെ പേര് കാണുന്നതോട് കൂടി തന്നെ അത് വാല്യൂ റിട്ടേൺ ചെയ്യും. പിന്നെ താഴേക്ക് സെർച്ച് ഉണ്ടാവുകയില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് എടുത്തു നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എടുത്തുനിന്ന് വലത്തോട്ട് മാത്രമേ ഇതിന്റെ സെർച്ചിങ് നടക്കുള്ളൂ. ലുക്കപ്പ് വാല്യൂ എപ്പോഴും ഒന്നാമത്തെ ടേബിൾ അരയിൽ ഒന്നാമത്തെ കോളത്തിലായിരിക്കണം. നമ്മൾ ഇതാണ് ടേബിൾ അര ആയിട്ട് എടുക്കണമെങ്കിൽ ഇതിലായിരിക്കണം നമ്മുടെ ലുക്കപ്പ് വാല്യൂ ഉണ്ടാവുന്നത്. നമ്മൾ രജിസ്റ്റർ നമ്പർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്ത് ഇതായിരിക്കും ഒന്നാമത്തെ ലുക്കപ്പ് ടേബിളിലെ ഒന്നാമത്തെ കോളം ആയിരിക്കും ലുക്കപ്പ് വാല്യൂ. അതാണ് ലുക്കപ്പ് വെക്ടർ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ലുക്കപ്പ് വാല്യൂ കണ്ടെത്തേണ്ടത്. ഇത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഇത് VLOOKUP-ൽ നമ്മൾ പ്രത്യേകം പാലിക്കേണ്ട നിയമങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ VLOOKUP ഫംഗ്ഷൻ നമ്മുടെ ഇൻഡെക്സ് വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടി, ഇതാണല്ലോ ഇൻഡെക്സ് വാല്യൂ, ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി മാച്ച് ഫംഗ്ഷനുമായി കമ്പൈൻ ചെയ്ത് VLOOKUP എങ്ങനെ ഉപയോഗിക്കാം, അതേപോലെ HLOOKUP എന്നിവയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.